ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഭയങ്കര ഹാപ്പി ഡേ ആണ്. ഞാൻ നാട്ടിൽ പോയി. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ഓൾറെഡി നാട്ടിലെത്തിയിട്ടുണ്ടാവും. അതിനു മുന്നേ, നാട്ടിലേക്ക് പോണതിന് മുന്നേ ചെറിയ ഷോപ്പിങ്ങും നാട്ടിൽ പോകുന്ന സാധനങ്ങളുടെ പാക്കിംഗ് ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആണിത്. സോ ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് ഷോപ്പിംഗ് ആണ്. എന്തായാലും ഇന്ന് സാറ്റർഡേ ആണ്, ഫ്രീ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചുമ്മാ അങ്ങ് ഇറങ്ങാം, ഒരു കടകളിലൊക്കെ പോയിട്ട് ഒരു ഐഡിയ. എനിക്കിപ്പോൾ എന്തൊക്കെ നാട്ടിലോട്ട് കൊണ്ടുപോകണം എന്നൊന്നും അറിയില്ല. ഇതൊരു പെട്ടെന്നുള്ളൊരു തോന്നലിൽ പോണതാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല. അപ്പോൾ ചെറിയ രീതിയിൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ മാക്സിമം ഷോപ്പ് ചെയ്യണ സാധനങ്ങളുടെയൊക്കെ ഒരു വീഡിയോ പോലെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനപ്പോൾ ഇനി ഫസ്റ്റ് എവിടെ പോകണമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒരു മെയിൻ സിറ്റി സെൻറ്ററിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി ബാക്കി കാണാം. സോ ഞാൻ നിൽക്കുന്നിടത്തു നിന്ന് ഒരു 10 മിനിറ്റ്സ് നടന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ട്രാം സ്റ്റോപ്പാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. സോ വെയിറ്റിംഗ് ഫോർ ട്രാം. 3 മിനിറ്റ്സിലെത്തും. അങ്ങനെ വന്നിറങ്ങിയപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസായി. കാരണം ഇന്ത്യയിൽ നടക്കുന്ന എന്തോ ഒരു കൃഷ്ണ ഫെസ്റ്റിവൽ ഇവിടെ കുറേ ഇന്ത്യൻസും ജർമ്മൻസും കൂടി സെലിബ്രേറ്റ് ചെയ്യണമെന്നു. അങ്ങനെ ഒരു ക്യൂ കണ്ട് ഞാൻ നിന്നപ്പോൾ എനിക്കും കിട്ടി ഒരു സമൂസ. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് കുറേ നാൾക്ക് ശേഷം ഒരു സമൂസ അടിച്ചു കയറ്റി. അതിൻ്റെ ഒപ്പോസിറ്റ് തന്നെ ഒരു TK Maxx കണ്ടു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഫസ്റ്റ് അവിടെ തന്നെ കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ കയറി കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര തിരക്കും, പിന്നെ അധികം കളക്ഷൻസ് ഒന്നുമില്ല, പിന്നെ ഉള്ളതിനൊക്കെ നല്ല റേറ്റും. അപ്പോൾ പിന്നെ ഞാൻ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പ്രിമാർക്കിലേക്ക് വിട്ടു. നമ്മൾ സ്റ്റുഡൻസ് കൂടുതൽ പ്രിമാർക്ക്, ന്യൂയോർക്ക് എന്നൊക്കെ പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് കൂടുതൽ വാങ്ങുക. കാരണം ഇവിടെ അത്യാവശ്യം നല്ല സാധനങ്ങളും കിട്ടും. കമ്പാരിറ്റീവ്ലി ബാക്കി കടകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് റേറ്റ് കുറവായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ടോപ്പും കുറച്ച് ജീൻസൊക്കെ എടുത്തു. അപ്പോൾ അനിയത്തിക്കൊക്കെ ജീൻസ് വേണം പറയണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ അവിടെ നിന്ന് ബില്ല് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ നോക്കി എൻ്റെ കണ്ണ് പെട്ടത് ഈ ഒരു ചെരുപ്പിലാണ്. സൈസ് കാര്യം യൂറോയിലാണെങ്കിലും പ്രൈസ് INR കൊടുത്തിരുന്നത് 8000 രൂപ. ഞാൻ അവിടെ തന്നെ തിരിച്ചു വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങി. നേരെ ന്യൂയോർക്കറിൽ കയറി അവിടെ നിന്നും കുറച്ച് ടോപ്സ് വാങ്ങിയിട്ട് ഇറങ്ങി. സോ അനദർ ഡേ ഓഫ് ഷോപ്പിംഗ്. ഇനി നാട്ടിലേക്ക് പോകാനുള്ള സാധനങ്ങൾ ഇങ്ങനെ കുറച്ചായിട്ട് വാങ്ങാണ്. അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞാൻ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ച്. എന്തായാലും കുറച്ച് സ്വീറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി വെക്കാം. അതാകുമ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടണ്ടല്ലോ. അപ്പം നമ്മൾ പോയി വാങ്ങിയിട്ട് വരാം. നല്ല കാറ്റും നല്ല തണുപ്പും. സ്വെറ്റർ ഇടായിരുന്നു, നന്നായിട്ട് തണുത്ത് തുടങ്ങി. ആക്ച്വലി ഞാൻ സമ്മറാണെന്ന് വിചാരിച്ച ആ ഒരു ഫീലിംഗ് ഇറങ്ങിയതാണ്. അങ്ങനെ പ്രിമാർക്കിലെത്തി. അവിടെ നിന്ന് കുറച്ച് ക്യാപ്സ് വാങ്ങി. അവിടെ വീട്ടിൽ കുറേ പിള്ളേരുണ്ട്, അപ്പോൾ എല്ലാവർക്കും ക്യാപ്സ് വാങ്ങാൻ വിചാരിച്ചു. അവിടെ നിന്ന് നൈസ് കുറേ ക്യാപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. യൂഷ്വലി നാട്ടിൽ പോകുമ്പോൾ കൗഫ്ലാൻഡിൽ നിന്നാണ് സ്വീറ്റ്സ് വാങ്ങാറ്. കാരണം അവിടെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് കിട്ടും. സാധാരണ നമ്മളങ്ങനെ അധികം സ്വീറ്റ്സ് ഒന്നും വാങ്ങലില്ലാത്തതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാൻ തൽക്കാലം 2 സെറ്റ് സ്വീറ്റ്സ് എടുത്തു. പിന്നെ വന്നിട്ട് ബാക്കിയെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ബില്ല് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി അവിടെ നിന്ന്. ഹലോ. സോ ഇന്ന് അനദർ ഡേ ഓഫ് ഷോപ്പ്. ഇന്ന് കുറച്ച് പെർഫ്യൂംസ് വാങ്ങണം ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഷൂ വാങ്ങാൻ പോകണം. പിന്നെ സ്വീറ്റ്സ്, ഇതൊക്കെയാണ് പ്ലാൻ. സോ ഫസ്റ്റ് നമ്മൾ മുള്ളരെന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഒരു ഡ്രഗ് സ്റ്റോറാണ്, ലൈക്ക് പെർഫ്യൂംസും സംഭവങ്ങളൊക്കെ കിട്ടണേ. അപ്പോൾ അവിടേക്കാണ് ഫസ്റ്റ് പോകുന്നത്. ഇവിടുന്ന് കുറച്ച് ഒരു 45 മിനിറ്റ്സ് എന്തോ ഉണ്ട്. അവിടെ പോയി കുറച്ച് പെർഫ്യൂംസൊക്കെ വാങ്ങിയിട്ട് വരാം. നാട്ടിൽ പോകുമ്പോൾ പെർഫ്യൂംസൊക്കെ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ മുള്ളർ ഒരു ബെസ്റ്റ് ചോയ്സാണ്. കാരണം ഇവിടെ എല്ലാ റേഞ്ചിലുള്ള പെർഫ്യൂംസ് കിട്ടും. മെന്ന്, വിമന്, പെർഫ്യൂംസ് മാത്രമല്ല കുറേ ഐറ്റംസ് ഉണ്ട് മുള്ളറിൽ. അപ്പോൾ ഞാൻ എന്തായാലും എനിക്കിവിടെ വീട്ടിൽ നിന്ന് ദൂരം ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഉള്ള പെർഫ്യൂംസ് ഇവിടെ നിന്ന് ഒറ്റയടിക്ക് തന്നെയാണ് വാങ്ങിയത്. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ ചോക്ലേറ്റ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 ചോക്ലേറ്റ്സ് ഇവിടെ നിന്നും എടുത്തു. പക്ഷേ കൗഫ്ലാൻഡാണ് കുറച്ചുകൂടെ വെറൈറ്റീസ് ഉള്ളതെന്നാണ് എനിക്ക് കൂടുതൽ തോന്നിയത്. എന്തായാലും ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ നേരെ ഡോയ്ഷ്മാനിലേക്കാണ് പോയത്. എനിക്ക് എന്തായാലും ഒരു ഷൂസ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മോഡൽസൊക്കെ നോക്കി വെച്ചു. അവിടെ നിന്ന് തൽക്കാലം ഒരെണ്ണം വാങ്ങിയില്ല, പിന്നെ വാങ്ങാൻ വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. വീണ്ടും കുറച്ച് ചോക്ലേറ്റ് ഷോപ്പിംഗ്. അപ്പോൾ ലിൻഡിന് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനും കഴിച്ചിട്ടൊന്നുമില്ല, പറഞ്ഞിട്ടുള്ള ഹൈപ്പ് മാത്രമേ ഉള്ളൂ. ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങി കഴിക്കലൊന്നുമില്ല. അപ്പോൾ എന്തായാലും നാട്ടിൽ പോയിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് ടോബിൾട്ടണും ലിൻഡും വാങ്ങി. ഹലോ. സോ അനദർ ഡേ. കുറച്ച് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ നാട്ടിൽ പോകാൻ. സോ എക്സൈറ്റഡ്.
ഈ ചാക്കായിട്ട് ഇറങ്ങി വരുന്നത് DM എന്നാണ്. DM നിന്ന് കുറേ ഷാമ്പൂസും ഷവർ ജെൽസൊക്കെ വാങ്ങി. അപ്പോൾ DM ആണ് ബെസ്റ്റ് പ്ലേസ് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം വാങ്ങാൻ. അപ്പോൾ ഒരു ലോഡ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിംഗ് കഴിഞ്ഞു. ഞാൻ എല്ലാത്തിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ പോണതിന് 2 ദിവസം മുന്നെയാണ് ഓർത്തത് ഷൂ വാങ്ങാൻ മറന്നെന്ന്. അങ്ങനെ വേഗം വീണ്ടും വന്നിട്ട് ഷൂ എടുത്തു. എനിക്ക് ഇഷ്ടപ്പെട്ട മോഡലിൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല. പിന്നെ കിട്ടിയ ഒരു പ്യൂമയുടെ ഷൂ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ എല്ലാം സെറ്റായി. ഇനി ഈ വാങ്ങിയ സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കി പാക്ക് ചെയ്യണം. അതാണ് നെക്സ്റ്റ് ടാസ്ക്. എന്തായാലും നാളെയാണ് ഫ്ലൈറ്റ്. ഇനിയിപ്പോൾ അധികം സമയമില്ല. ഇന്ന് തന്നെ എല്ലാം ഇത് ചെയ്യണം. അങ്ങനെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല. കുറച്ച് സ്വീറ്റ്സും പെർഫ്യൂംസൊക്കെ മാത്രം. അങ്ങനെ പ്ലാൻഡ് വെക്കേഷനൊന്നുമല്ല. പെട്ടെന്ന് നാട്ടിൽ പോകാനൊരു കൊതി, അങ്ങനെ പോണതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടിയിലാക്കണം. അതാണ് ഏറ്റവും മടിയുള്ള ടാസ്ക്. കാരണം എൻ്റെ എയർലൈൻസിൽ 2 പെട്ടി കൊണ്ടുപോകാം. പക്ഷേ പെട്ടി നല്ല ടൈറ്റായിട്ടിരിക്കണമല്ലോ. പക്ഷേ അത്രയും സാധനങ്ങൾ വയ്ക്കാൻ അതിലില്ല. അപ്പോൾ അതാണ് ഒരു ക്വസ്റ്റ്യൻ. എൻ്റെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് റെക്കമെൻഡേഷൻസ് പറയാം. നിങ്ങൾ ഷൂസോ ബൂട്ട്സോ അങ്ങനത്തെ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബേഷ്മാൻ ബെസ്റ്റ് ചോയ്സാണ്. പിന്നെ പെർഫ്യൂംസ് വാങ്ങാനാണെങ്കിൽ മുള്ളറാണ് ഗുഡ് ഓപ്ഷൻ. അല്ലെങ്കിൽ ഡൗഗ്ലസ് ഉണ്ട്. അതുപോലെ തന്നെ സ്വീറ്റ്സ് ആണെങ്കിൽ കൗഫ്ലാൻഡാണ് മെയിൻ. അവിടെ ഇഷ്ടം പോലെ വെറൈറ്റീസ് കിട്ടും. ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ TK Maxxും പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ വൂൾവർത്തും ബെസ്റ്റ് ചോയ്സാണ്. ഡ്രസ്സ് ഐറ്റംസ് വാങ്ങാൻ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ന്യൂയോർക്കറും പ്രിമാർക്കും ആണ്. അവിടെ അത്യാവശ്യം റേറ്റും കുറവാണ്, നല്ല കളക്ഷൻസും ഉണ്ട്. അതുപോലെ പേഴ്സണൽ കെയർ ഐറ്റംസ്, മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ DM ബെസ്റ്റ് ചോയ്സാണ്. നാട്ടിൽ പോയതിന് ഒറ്റൊരു ദിവസം കൂടെ ഉള്ളൂ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആർക്കും അറിയില്ല വരുന്നു. അപ്പോൾ അതിങ്ങനെ കള്ളത്തരം മറിച്ച് വെച്ചിട്ടാണല്ലോ എല്ലാം പ്ലാൻ ചെയ്യണത്. സോ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വേറെ, എല്ലാവരെയും കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. സോ അങ്ങനെ നാട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അതുവരെയും ബൈ.